ആമുഖ ഭാഷണം സുബൈർ സാഹിബ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടക്കുന്ന 3 വിഷയങ്ങളിൽ: 1 മുനമ്പം, 2 വഖഫ് ഭരണഘടനാ ഭേദഗതി ബില്ല്, 3 ജെൻഡർ ന്യൂട്രാലിറ്റി. നമ്മളിവിടെ പുറത്ത് ഈ ഒരു 3 വിഷയങ്ങൾ ചർച്ചക്കെടുക്കാനുള്ള പ്രധാന കാരണം, നമ്മളിവിടെ ചില സൗഹൃദ സംഭാഷണങ്ങൾ പലരുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ പലരും പ്രതികരിച്ചത്, ന്യൂസിലൊക്കെ കാണാം, ഞങ്ങളതിനെക്കുറിച്ച് അത്രയൊന്നും ബോധവാന്മാരല്ല, അതിനെക്കുറിച്ച് ആഴത്തിലൊന്നും പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അത്രയൊന്നും അറിയില്ല എന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ നമ്മളിവിടെ സന്നിഹിതരായ ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ടേമിൽ നമ്മുടെ ഇവിടെ ലഹരിക്കെതിരെ ഒരു ഇതുപോലുള്ളൊരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഇസ്ലാഹി സെൻറ്റർ എന്നും ചെയ്യുന്നത് പോലെ ഈ ഒരു വിഷയവും എല്ലാ പ്രധാനപ്പെട്ട സാമൂഹിക സാംസ്കാരിക സംഘടനാ ഭാരവാഹികളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചർച്ച ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോയിൻറ്റുകൾ മാത്രം പറഞ്ഞ്, ഇത് മണിക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയമാണെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം, വളരെ ചുരുങ്ങിയ സമയത്തിൽ പോയിൻറ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ 3 വിഷയം കൂടി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ആദ്യമായി ഈ മുനമ്പം, എന്താണ് മുനമ്പം വിഷയം? കാരണം മുനമ്പം വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പല മന്ത്രിമാരടക്കം പലരുടെയും പ്രസ്താവനകൾ ഒരുപാട് ദുഷ്ടലാക്കോടെയുള്ള അല്ലെങ്കിൽ വർഗീയ ചുവയുള്ള ഒരുപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത എല്ലാ കാരണത്തിനും മുസ്ലിങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള കമൻറ്റുകളും നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുനമ്പത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം വെച്ച് തുടങ്ങാം. 1902 തിരുവിതാംകൂർ മഹാരാജാവ് ഗുജറാത്തിയായ അബ്ദുൽ സത്താർ സേട്ടിന് ചാർത്തി കൊടുക്കുന്നതാണ് 404.76 ഏക്കർ ഈ സ്ഥലം. ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായ ഒരു സിദ്ദീഖ് സേട്ട് 1950 നവംബർ 1 എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് ഈ സ്ഥലം ഫറൂഖ് കോളേജിൻ്റെ കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ തുടക്കം. ഇവിടെ പിന്നീട് ഒരുപാട് കയ്യേറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ റിസോർട്ട് മാഫിയകൾ അവിടെ സ്ഥലത്ത് അവർക്ക് രേഖകളുണ്ടാക്കി അവരുടെ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ 2007 VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത് മാത്രമല്ല കേരളത്തിലെ മൊത്തം എത്ര വഖഫ് ഭൂമി കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നിസാർ കമ്മീഷൻ, ജസ്റ്റിസ് നിസാറിനെ കമ്മീഷനാക്കിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ്. ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ 23 ഇറഗുലർ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും മൊത്തം 600 ഏക്കറോളം വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഈ മുനമ്പം ചെറായി പ്രോപ്പർട്ടി ആയിരുന്നു. അതിൽ അവരുടെ റിപ്പോർട്ട് പ്രകാരം 188 ഏക്കർ, ഇത് നേരത്തെ പറഞ്ഞ് 404.76 ഏക്കറിൽ നിന്നും 188 ഏക്കർ കയ്യേറ്റം നടക്കുകയും 22 ഏക്കർ കടലെടുത്ത് പോവുകയും ചെയ്തിട്ട് ബാക്കി 210 ഏക്കറിൽ ബാക്കിയാണ് ഈ 404 ഏക്കറിൽ അവിടെ ബാക്കിയുള്ളത്. ഈ റിപ്പോർട്ട് 2010 ക്യാബിനറ്റ് ഈ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു, തുടർ നടപടിക്ക് ഉത്തരവിടുന്നു. പക്ഷേ പതിവ് പോലെ ഒന്നും സംഭവിച്ചില്ല. അതിനിടയ്ക്ക് വഖഫ് സംരക്ഷണ സമിതി രൂപം കൊള്ളുന്നു. അവർ പാരലറ്റ് ഒരു ഭാഗത്ത് പ്രവർത്തനം നടത്തുന്നു. 2016 ഈ സംരക്ഷണ സമിതി വീണ്ടും കോടതിയിൽ പോവുകയും ഹൈക്കോടതി വഖഫ് ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും ഈ കാര്യത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതങ്ങനെ പോകുന്നു. ആ സമയത്താണ് 2 കൊല്ലം മുമ്പ് ഈ നികുതി അടക്കാനുള്ള സംസ്ഥാന റവന്യൂ വകുപ്പ് ഈ സ്ഥലത്തിന് നികുതി അടക്കാനുള്ള അനുവാദം കൊടുക്കുകയും 2 കൊല്ലം മുമ്പ് ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്യാണ്. കാരണം അത് സ്റ്റേ ചെയ്യാനുള്ള കാരണം ഹൈക്കോടതിയുടെ കണ്ടെത്തൽ, ഹൈക്കോടതിയുടെ വിധി വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ തടയുന്നത്. ഇതിൻ്റെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. ഇതിൽ ഒരുപാട് ഈ റിസോർട്ട് മാഫിയകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ റിസോർട്ട് മാഫിയകൾക്ക് നോട്ടീസ് അയച്ചിട്ടും
അവർ മറുപടി അയക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഫറൂഖ് ഇതിൻ്റെ ചില ട്രസ്റ്റുകൾ അല്ലെങ്കിൽ മുത്തവല്ലികൾ ഇതൊക്കെയാണ് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഫറൂഖ് കോളേജ് കമ്മിറ്റി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് പോള്, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതൊരു ഭാഗത്ത്. ഈ ജസ്റ്റിസ് കമ്മീഷന് ഫറൂഖ് കോളേജ് കമ്മിറ്റി പരാതിയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇതിൽ കാര്യമായിട്ട് പിന്നീടൊന്നും സംഭവിക്കുന്നില്ല. തലമുറകളായി 2-3 തലമുറകളായി അവിടെ താമസിക്കുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറിയാതെ വാങ്ങിയതാവാം. എന്തായാലും ആ കുടുംബത്തോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് ക്രൂരതയാണ്, മനുഷ്യത്വരഹിതമാണ്. അത് തന്നെയാണ് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികളും നേതാക്കളും അവിടെ വന്നിട്ട് അവിടുത്തെ താമസക്കാരോട് അവർക്ക് ഉറപ്പ് കൊടുത്തത്. നിങ്ങളാരും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല, ഇവിടെ കുടിയിറക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ഇതിനുള്ള പരിഹാരം എന്നതാണ് ഇവിടെ പ്രസക്തമായ വിഷയം. ഇതിനിടെ വഖഫ് എന്നതിൻ്റെ നിർവചനം എന്തെന്ന കിരാതം അല്ലേ, സുരേഷ് ഗോപി മന്ത്രി കിരാത് എന്നുള്ള ഒരു നിർവചനമാണ് വഖഫിന് കൊടുത്തത്. അതൊക്കെ അതിൻ്റെ നമുക്ക് നമ്മുടെ വാർത്താ മീഡിയകളിൽ കാണാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കാരിൻ്റെ നിസ്സംഗത, മാറി വന്ന സർക്കാരുകൾ ഏതായാലും. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നമാണ്. ബാബരി മസ്ജിദിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു പ്രശ്നം, മാറി മാറി വന്ന സർക്കാരുകൾ കാലോചിതമായ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് അവസാനം ഒരു വലിയൊരു ദുരന്തത്തിൽ എത്തിച്ചേർന്നത്. ഇതുപോലെ തന്നെയാണ് ഈ മുനമ്പം വിഷയവും എത്താൻ പോകുന്നത്. കാരണം സർക്കാരിന് വഖഫ് ബോർഡുണ്ട്, വഖഫ് ബോർഡിന് മന്ത്രിയുണ്ട്, വഖഫ് ബോർഡിന് ഒരു ചെയർമാനുണ്ട്. അവരൊന്നും ഒരു പ്രതികരണവും ഇത് കണ്ടിട്ടില്ല. മുസ്ലിം സംഘടനാ നേതാക്കൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വഖഫ് മന്ത്രിയെയും ചെയർമാനെയൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഉറപ്പും ഒരു സമാധാനവും അവരിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല. സാധാരണ ആളുകൾ പിന്നെ പറഞ്ഞു പരത്തുന്നത് വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സായാൽ മുനമ്പം വിഷയം എളുപ്പം പുഷ്പം പോലെ പരിഹരിക്കാം എന്നുള്ള പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം പിന്നെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സായാലും മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അത് രണ്ടും രണ്ട് വിഷയമാണ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ പാസ്സായാൽ ഉണ്ടാകാൻ പോകുന്നത്, ഇനി ഈ വഖഫ് ട്രൈബ്യൂണലും സർക്കാരുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ പിന്നെ അത് സിവിൽ കോടതികളിലേക്ക് പോവുകയും അത് ഒരുപാട് സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാവുന്നല്ലാതെ ഇതിൻ്റെ പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അത് 5 മിനിറ്റ് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്ത് 5 മിനിറ്റ് അവതരിപ്പിച്ചു. ഇനി ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ, അതായത് മതപരമായി ജീവിക്കുന്നതിൻ്റെ നമുക്കൊക്കെ പരമ്പരാഗതമായി കിട്ടിയ ഒരു മോറൽ വാല്യൂസ് ഉണ്ട്. അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ കൗമാര പ്രായത്തെ തികച്ചും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള മതനിയമങ്ങൾ ഈ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ മതനിയമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ് എന്ന ഒരു തലതിരിഞ്ഞ ഒരു ചിന്താഗതി അവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് സത്യത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ഞാനൊരു വർഗീയത പറയല്ല, ക്രിസ്ത്യൻ സ്ത്രീകൾ അവർ ശരീരം മുഴുവൻ വസ്ത്രം ധരിച്ചാൽ അതിന് പ്രശ്നമില്ല. മുസ്ലിം സ്ത്രീ പർദ്ദയിട്ടാൽ അത് അവരുടെ അവകാശ നിഷേധനാവുന്നു. ഹിന്ദു സന്യാസിമാർ പരിപൂർണ നഗ്നരായി യുവതികളുടെ മുന്നിലും രാഷ്ട്രീയക്കാരുടെ മുന്നിലും പരിപൂർണ നഗ്നരായിരുന്നാലും അവിടെ ഒരു വിഷയവും കാണാത്തവർ ഈ കുട്ടികൾക്ക് വസ്ത്രത്തെ അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള അതിൽ ഈ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഇടപെടുകയാണ്. സത്യത്തിൽ എന്തിനാണ് നഗ്നത മറക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അലങ്കാരമാണ്, നാണം മറക്കാനാണ്. ഈ നമുക്കറിയാം, ഈ ഇബ്ലീസിൻ്റെ ആദ്യത്തെ തന്ത്രം ഈ നാണം എന്ന ആ അവസ്ഥ ഇല്ലാതാക്കുന്നതായിരുന്നു. അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും തലമുറയായി ഒരുത്തൻ്റെ അഭിമാനത്തിൻ്റെ ശരീരത്തിൻ്റെ സുരക്ഷയായ വസ്ത്രം ഇതിൻ്റെ മുകളിലാണ് ആദ്യം ഇവർ കൈവെക്കുന്നത്. കാരണം ഈ ഒരു
ഈ നമ്മുടെ ഒരു ഈ നമ്മുടെ ജൈവശാസ്ത്രപരമായ ഒരു ഹെക്ട്രോസെക്ഷുവാലിറ്റി സ്വാഭാവികമായിട്ടും ആണും പെണ്ണും തമ്മിൽ ഹോർമോണിക്ക ഇതിൽ പരസ്പരം ആകർഷിക്കപ്പെടുകയും കല്യാണം കഴിക്കുകയും ഇണചേരുകയും വംശവർദ്ധനം ഉണ്ടാവുകയും കുടുംബം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി, അതിനെ മൊത്തം അട്ടിമറിക്കുന്നതാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം. സത്യത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വാക്ക് തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസാണ് വേണ്ടത്. കാരണം പുരുഷൻ പുരുഷനാണ്, സ്ത്രീ സ്ത്രീയാണ്. സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് പുരുഷന് ചെയ്യാൻ കഴിയില്ല, പുരുഷന് ചെയ്യാൻ കഴിയുന്നത് സ്ത്രീക്കും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാവർക്കും ആ വ്യത്യാസം, ജൈവപരമായ കെമിക്കൽ പരമായ ആ ഹോർമോൺ വ്യത്യാസം അനുസരിച്ച് തന്നെയാണ് പുരുഷനും സ്ത്രീയും ജീവിക്കേണ്ടതും അവരിടപെടേണ്ടതും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു ചിന്താഗതിയിൽ അടങ്ങുന്ന 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം പുറത്തിറങ്ങി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ ഇനി വരാൻ പോകുന്നത് കുട്ടികൾക്ക് ഒരേ യൂണിഫോം, കുട്ടികൾക്ക് ഒരേ ബാത്റൂം, കുട്ടികൾക്ക് ഒരേ ഹോസ്റ്റൽ, പെൺകുട്ടികൾക്കും ഒരേ ഹോസ്റ്റൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ബാത്റൂം. ഇത് പറയുമ്പോൾ വേറൊരു തമാശ കൂടി പറയാൻ കഴിയില്ല. നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട്. സിനിമാ നടികളുടെ സകല കാര്യങ്ങളും പുറത്തു വന്നു. അവസാനം ഈ ഹേമ കമ്മീഷൻ അവരോട് സിനിമാ നടികൾ പറഞ്ഞ വിഷയം വളരെ രസകരമാണ്. സിനിമാ നടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് വേണമെന്നാണ്. ഈ അംഗമെല്ലാം കഴിഞ്ഞു വന്ന ആളുകളുടെ അവകാശം, അവരുടെ ആവശ്യം, അവരുടെ പ്രൈവസിയാണ് അവരാവശ്യപ്പെട്ടത്. അവിടെയാണ് ഈ വളർന്നു വരുന്ന സ്വാഭാവികമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ കെമിക്കൽ ചേഞ്ചസിന് ഒരു പുരുഷന് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അനുരാഗവും പ്രേമവും ശരീരം കാണാനും തൊടാനും സ്പർശിക്കാനും അങ്ങനെ ഓരോ താല്പര്യം ഉണ്ടാകുന്നതിനെ പാടെ നിഷേധിച്ചുകൊണ്ട് അത് ജെൻഡർ എന്ന് പറയുന്നത്, ഒരു 15 വയസ്സുള്ള ഒരു ആൺകുട്ടി പറയുകയാണ് ഞാൻ നാളെ മുതൽ പെണ്ണാണ്, അത് അംഗീകരിക്കണം എന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന അക്ബർ സാഹിബിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബാക്കി അദ്ദേഹം വിശദീകരിക്കും. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ തന്നെ ഒരു തട്ടിപ്പുണ്ട്. കാരണം പെൺകുട്ടികളോട് ആൺകുട്ടികളുടെ യൂണിഫോം ഇടാനാണ് പറയുന്നത്, മാഷന്മാർ സാരി ഉടുത്ത് വരാൻ പറയുന്നില്ല. അവിടെയും ഒരു പുരുഷ മേധാവിത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വേറെ ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ പോൺ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നത് കൗമാരക്കാരായ കുട്ടികളിൽ 73% കൂടുതൽ കൗമാരക്കാരായ കുട്ടികളാണ് പോൺ സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എത്രമാത്രം ഭീതികരമായാണ് നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വഖഫ് ഭേദഗതി 40 ഭേദഗതികളാണ് പുതുതായിട്ട് വരുന്ന ഈ പാർലമെൻ്ററി കമ്മീഷൻ നിയോഗിച്ച കമ്മീഷൻ്റെ മുന്നിൽ 40ഓളം ഭേദഗതികളാണ് വഖഫ് ഭേദഗതി മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രവാചകൻ്റെ കാലം മുതൽ ഇബ്നു ബത്തൂത്തയുടെ യാത്രാരേഖകളിൽ വരെ ഇസ്ലാമിക് വഖഫിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ 913 923 മുസൽമാൻ വഖഫ് ആക്ട് സ്ഥാപിതമാകുകയും 947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 954 സെൻട്രൽ വഖഫ് ആക്ട് നിലവിൽ വരികയും ചെയ്യാണ്. അതോടുകൂടി സംസ്ഥാന വഖഫ് ബോർഡുകൾ നിലവിൽ വരുന്നു. 1995 ഏറ്റവും പ്രധാനപ്പെട്ട ദ വഖഫ് ആക്ട് ഓഫ് 1995 എന്ന് പറയുന്ന ആക്റ്റാണ് ഇന്നും തുടർന്ന് വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് 32 വഖഫ് ബോർഡുകളാണ് ഇന്ത്യയിലുള്ളത്. വഖഫിൻ്റെ കയ്യിൽ 8.7 ലക്ഷം പ്രോപ്പർട്ടി, 9.4 ലക്ഷം ഏക്കർ സ്ഥലം, 1.2 ലക്ഷം കോടി രൂപ ആസ്തിയുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പലരും പറഞ്ഞു പരത്തുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. ഇന്ത്യയിൽ മൊത്തം റെയിൽവേയും ഇന്ത്യൻ ആർമിയും കൈയാളുന്ന അത്രയും 3ാം സ്ഥാനം വഖഫിനാണ് ഉള്ളത് എന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വഖഫിൻ്റെ ഒരു തുണ്ട് ഭൂമി പോലും ആരോടും പിടിച്ചെടുത്തതല്ല. നമ്മുടെ പൂർവികർ സ്വന്തം അധ്വാനിച്ച് സ്വന്തം പരമ്പരാഗതമായി കിട്ടിയതോ കച്ചവടം ചെയ്തോ വിറ്റിട്ടോ ഉണ്ടായ സംഖ്യ ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തതാണ് ഈ വഖഫ്. ആരെയും തറവാട്ട് സ്വത്ത് മറ്റാരെയല്ല, നമ്മുടെ പൂർവികർ അവരുടെ മരണശേഷം അള്ളാഹുവിന് എഴുതി കൊടുത്ത ഭൂമിയാണിത്. ഇതിൽ കൈവെക്കാൻ
ആർക്കും അവകാശമില്ല. നമ്മളിതിനെക്കുറിച്ച് ബോധവാനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം ഇവിടെ 3 മിനിറ്റ് കൂടുതലായി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.